எஸ் லிங்கம் சார். கொடைக்கானல் சென்ட் தெரசாஸ் கான்வென்ட்ல இருந்து அண்ணாங்கிற பொண்ணு அப்ஸ்கொண்டான கேஸ் என்னாச்சு? என்கொயரி நீட்டே இருக்கு சார். ஏதோ ஒரு ஐயன் கூட ஓடி போயிட்டேன் என்று தான் சொல்றது சார். நியூஸ் பேப்பர்ல எல்லாம் நியூஸ் வந்திருக்கு சார். இது ஒரு பிரமாதமான கேஸ். அந்த அண்ணா கேரளாவில் ஒரு கோடீஸ்வர ஃபேமிலி பொண்ணு. இந்த கேஸ்ல ஹோம் மினிஸ்டருக்கு ரொம்ப இன்ட்ரெஸ்ட் இருக்கு. எஸ் சார், எஸ் சார். സാർ അന്നാ കിഡ്നാപ്പിംഗ് കേസ് വലിയ തലവേദന ആയല്ലോടോ. 24 മണിക്കൂറിനകം അവളെ തട്ടിക്കൊണ്ടുപോയവനെ പൊക്കണമെന്ന് ഹോം മിനിസ്റ്റർ ഓർഡർ ഇട്ടിരിക്കുന്നത്രേ. പോയി വേഗം. അതരങ്കടാ ഏണ്ട പൊറുക്കി എരിച്ചു കാട്ടറേ. അതരെങ്കയും താ കേട്ടെ പറയടാ. മദർ പ്രാർത്ഥിക്കുക. ഒരു വട്ടി കൂടി ചൊല്ലടാ. മദർ പ്രാർത്ഥിക്കുക. അടമാണോ ആദരാണോന്നൊന്നും ഞാൻ വിചാരിക്കില്ല. മഹാലിംഗത്തെ കളിയാക്കിയാലുണ്ടല്ലോ. അതാണോ കാര്യം? അയ്യോ, നിങ്ങളെ കളിയാക്കിയതല്ലവൻ, നിങ്ങളെക്കാളും വലിയ വിക്കനാ. വിക്കനാണെ കൊണ്ട് പൂട്ടിയിട്. പൂട്ടിയിടാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? ഓടാ. ഈ കോൺവെന്റിൽ നിന്നും ഒളിച്ചോടിപ്പോയ അന്ന ഇപ്പോൾ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് നല്ല കൂത്ത്. അവൾ എവിടെ ഉണ്ടെന്ന് അറിയാനല്ലേ ഞങ്ങൾ പോലീസെ പരാതിപ്പെട്ടത്. കുട്ടി മേജറാണോ? മേജറും ക്യാപ്റ്റനും ഒന്നുമല്ല, ഇവിടെ നിന്ന് പഠിക്കുന്ന ഒരു കുട്ടിയാ. അതല്ലേ മൈനറാണോ മേജറാണോ? അങ്ങനെ 19 വയസ്സ് കഴിഞ്ഞ് മേജറാ. അന്നയുടെ കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികളെ ഒന്ന് വിളിക്കൂ. നമ്മുടെ പുതിയ ബാച്ചിലെ കുട്ടികളെല്ലാം ഒന്ന് ഇങ്ങോട്ട് വന്നേ. അന്നയ്ക്ക് മറ്റാരെങ്കിലുമായി ബന്ധമുള്ളത് നിങ്ങൾക്കറിയോ? ചാൾസ് എന്ന് പറഞ്ഞൊരു പയ്യനുമായിട്ടൊരു അടുപ്പുണ്ടായിരുന്നു. അതിന് വല്ല തെളിവുണ്ടോ? തെളിവാണോന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. നിങ്ങളെല്ലാവരും ഒരുമിച്ചാണോ പഠിക്കുന്നത്? അതെ. എല്ലാവരുടെയും പേരെഴുതിയെടുക്ക്. എന്താ പേര്? മോളി, മോളി, മേഴ്സി, മറിയ, അന്ന. അന്ന ഡബിൾ റോളോ? നീ ഒളിച്ചോടി ചെന്ന തിരിച്ചു. അയ്യോ, അത് കെ എന്നയാ, ഇത് പി എന്ന. ഇതാ പി എന്നെയാലും എ എന്നെയാലും എന്ത് ഫോഴ്സ് ഉപയോഗിച്ചും ഇവനെ തപ്പണം. ഇല്ലെങ്കിൽ എന്റെ ഒപ്പി പോവും. ശീഘ്രം ഇറങ്ങുന്നോ? എന്നെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുകയായിരുന്നോ? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വീട് പൗലോ ചായ. എന്റെ സാർ എന്നെ താഴെ ഇറക്കുന്നത്. എന്തൊരു സ്നേഹം അത്. എനിക്ക് ഇത്രയും സ്നേഹം വേണ്ട, അതിനോട് വല്ല കാശ് തന്നാ മതി. എവിടെയെങ്കിലും കൊണ്ട് ഇറക്കുന്ന എന്നെ എനിക്ക് ഇക്ലിയാവണു. എന്നെ എവിടെയെങ്കിലും കുത്തി നിർത്തി ചായ. കാറും ഉണ്ടെന്നില്ലേ? അന്നേം അമ്മയൊക്കെ നാട്ടിലേക്ക് പോയോ? എന്നെ കാണണോന്ന് പറഞ്ഞ് അന്നെ കരഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോ എല്ലാം പൗലോച്ചായ മാനേജ് ചെയ്തോളണം. അഡ്വൈസ് തരാൻ എന്റെ സാർ ഉണ്ടല്ലോ. ആദ്യത്തെ സന്തോഷം മൂത്ത ഇങ്ങനെ തല്ലോ. ദേ എനിക്ക് നൊന്തൂട്ടോ. പാവം. അയ്യോ, നിന്നെ കൊല്ലുവാ. എന്തിന്? എന്തിനാ? ദേ കാര്യം കണ്ടു കഴിയുമ്പോ ഒരുമാതിരി പാലം വലിക്കുന്ന പണി എന്റെ അടുത്ത് കാണിക്കരുത് കേട്ടോ. എന്റെ മോളെ മുറിക്കൊണ്ടിരുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കാശ് മേടിച്ച് പോയിട്ട് എടുക്കണം എന്റെ 3 ലക്ഷം രൂപ. അയ്യോ, അവളപ്പൊ മുറിന്ന് വേറെ ആരെങ്കിലും കൂടെ ഓടിപ്പോയോ? എങ്ങനെ പോവാതിരിക്കും ഇയാളുടെ മോളല്ലേ? നീ ഏതന്നെയാ പ്രേമിച്ച് വളച്ചോണ്ട് വന്നത്? ഈ കള്ള് പൗലോച്ചന്റെ അല്ല, പാലാ പൗലോച്ചന്റെ മോൾ തന്നെ. പൗലോച്ചന്റെ മകൾ അന്ന മടത്തിൽ തന്നെയുണ്ട്. നീ അവളെ കണ്ടിട്ട് പോലുമില്ല. അയ്യോ, അപ്പൊ പിന്നെ ഞാൻ കൊണ്ടുവന്ന് തന്നെ അത്. അതേതോ പന്ന. എന്റെ അന്ന മോളെ കല്യാണത്തിന് സമ്മതിപ്പിച്ചെന്ന് പറഞ്ഞ് മേടിച്ച കാശെങ്ങനെ തിരിച്ച് കഴിവേറ മോളെ. അവ ഓടിയെങ്കിൽ എന്താ? പെട്ടി നമ്മുടെ കയ്യിലല്ലേ? ഇവനത് യുദ്ധം കഴിഞ്ഞു വന്നാ പൈസ എവിടെ? കാശ് എവിടാ? അതില്ല ഞാൻ ചോദിക്കുന്നത്. എടോ എടോ, സംഗതിയാക്ക് കുഴപ്പമായി. ഞാൻ പ്രേമിച്ച് പുറത്തിറക്കിയ പെണ്ണില്ലേ അന്ന, അത് കള്ളു പൗലോസിന്റെ മോളല്ലെന്ന്. ആ പൗലോസും ഹെൻറി കൂടി എന്നെ ബസ് സ്റ്റോപ്പിൽ വെച്ച് പിടിച്ച് ഇടിച്ചു. ഭാഗ്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടതാ. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തന്റെ മറ്റടുത്ത ചിരി കാണുമ്പോ എന്റെ നെഞ്ചുരുക്കുക. ആഹാ, അപ്പൊ താനെല്ലാം അറിഞ്ഞിരിക്കാണല്ലേ? ഇനിയിപ്പൊ എന്താകും എന്റെ കർത്താവേ? ഇതെങ്ങനെ സംഭവിച്ചു? ഹായ്. അയ്യോ,
ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? കാല് പിടിച്ച് പറഞ്ഞതല്ലേ എന്റെ പുറകെ നടക്കരുത്, എന്നെ വഴി തെറ്റിക്കരുത്. വേണ്ട, എന്തെല്ലാം കള്ളത്തരങ്ങളാ പറഞ്ഞത്. അന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അന്നല്ലാതെ എനിക്ക് ജീവിക്കാൻ മേല എന്നൊക്കെ പറഞ്ഞ് പടത്തിൽ നിന്നെ പുറത്ത് ചാടിച്ചിട്ട് ഇതിലും ഭേദം വിഷം വാങ്ങി തന്നെ കൊല്ലായിരുന്നല്ലോ ചാൽ. നന്നായി, എനിക്കറിയാം നീ ഇങ്ങനെയൊക്കെ പറയൂന്ന്, നീ ഇങ്ങനെയൊക്കെ ചെയ്യൂന്ന്. എനിക്കിപ്പോ തൃപ്തിയായി. പക്ഷെ അന്ന് ആ ഹോട്ടലിൽ നടന്ന എന്താന്ന് പറഞ്ഞാൽ അന്നെ പൊട്ടിക്കരയും, എന്റെ കാറ്റിൽ വീണ് മാപ്പ് ചോദിക്കും. ഓ, എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. ഇനി എന്നെ മണ്ടിയാക്കണ്ട. നിങ്ങൾക്ക് അന്ന എന്ന പേരിൽ എത്ര കാമുകിമാരാ ഉള്ളത്? അന്ന എന്ന പേരില് എനിക്ക് ഒരേ ഒരു കാമുകിയേ ഉള്ളൂ. ഏതന്ന? ഈ അന്ന, ഈ ഫോട്ടോയിൽ കാണുന്ന ഈശോ മിശിയാണ് സത്യം. അന്ന എന്ന പേർ ഞാൻ ആദ്യമായി കേൾക്കുന്ന തന്നെ അന്നയുടെ പേര് അന്ന എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ്. ഞാൻ സ്നേഹിക്കുന്ന അന്നയാണ് സത്യം, ഞാൻ കഴിക്കുന്ന അന്നമാണ് സത്യം, എന്റെ അമ്മ അന്നമ്മയാണ് സത്യം. അല്ലാതെ അരുതാത്തൊന്നും ഈ ചാൾസ് മനസ്സാവാച കറവളെ ചിന്തിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. അകമണി ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി. ആ തെറ്റാ? തെറ്റു ശരിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ ഹോട്ടൽ മുറിയിലാക്കിയിട്ട് എങ്ങോട്ടാ നിങ്ങൾ മുങ്ങിയത്? അത് ഞാൻ മുങ്ങിയതല്ല, മുങ്ങിപ്പോയതാണ് അന്ന. എന്റെ ഡാഡി എന്നെ ഇതുവരെ വളർത്തി വലുതാക്കിയ എന്റെ ഡാഡി, കോടിക്കണക്കിന് രൂപ ചെലവാക്കി എന്നെ ഈ നിലയിലാക്കി എന്റെ ഡാഡി, അദ്ദേഹത്തിന് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ മറ്റെന്താണ് ചെയ്യേണ്ടത്? അറ്റാക്കോ? ഹാർട്ടിലും ബ്രെയിനിലും കിഡ്നിയിലും മസ്തിഷ്കത്തിലും ടോട്ടലി അറ്റാക്ക്. എന്നിട്ട് എന്താ എന്നോട് പറയാഞ്ഞേ? പറയാൻ സമയം എവിടെ? പ്രേമമാണോ വലുത്, അറ്റാക്കാണോ വലുത്? അപ്പൊ ആ മുറി കയറി വന്നവരോ? അത് വല്ല ബേറർമാരായിരിക്കും. ചായ വല്ല ഓർഡർ ചെയ്തിരുന്നോ? അതല്ല, ഒരു തടിയനും ഭാര്യയും. അവരെന്നെ ചീത്ത വിളിച്ചു, അന്ന മാറിപ്പോയെന്ന് പറഞ്ഞ് ആ തടിയൻ ഒരുത്തനായിട്ട് തല്ലുകയും ചെയ്തു. ചാൾസിന്റെ പേര് അവര് പറയുന്നത് കേട്ടല്ലോ. ഓ, ഒരു തടിയനും അയാളുടെ ഭാര്യ കൂടെ ഒരു തൊപ്പിക്കാരനും. My God, they are suicidal family. സൂസൈഡിങ്ങോ? Yes, mentally suiciding and Germany botanical therapy. ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. എനിക്കും. അതെ, ആ മഹാരോഗം പിടിച്ച ഒരു ഫാമിലിയാണ് അവർ. അവർ ആ ഹോട്ടലിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് റൂം എടുക്കും. മുഴുത്ത പ്രാന്തന്മാരാ. വേറെ സംഭവം അറിയോ? ഈ എന്നെ 3 പ്രാവശ്യം അവരുടെ മകനാണെന്നും പറഞ്ഞ് അവരുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട്. ബോധം വരുമ്പോ തല്ലി ഓടിക്കുകയും ചെയ്യും. അവിടെ നിന്ന് രക്ഷപ്പെട്ട കാര്യം പറഞ്ഞ അവരായിരുന്നോ? സാരമില്ല, ഏതായാലും എന്റെ മോള് വിഷമിക്കണ്ട, ഞാനിങ് എത്തിയില്ലോ. തന്നെന്താ പൊട്ടം കടിച്ചോ? കടിച്ചില്ല, കടിക്കാൻ വരുന്നു. ആര്? മഹാലിംഗം. നമുക്ക് വിളിക്കാം. എനിക്കവിടെ ഏത് വേണ്ട സർ. തുള്ളിക്കുള്ളിലാണോ പുള്ളിയെ നോക്കുന്നത്? പുള്ളി പോയാൽ ചുള്ളിലും തപ്പണമെന്ന് ചുള്ളി. എന്ത് പറ്റി സാർ? സാർ 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 മഹാലിംഗം സാർ. അന്നെ അല്ലടോ, അവന്മാരെയാ. അവന്മാർ ഇവിടെ എവിടെയോ ഉണ്ട്. ചുള്ളി കമ്പ് എവിടേക്കോ കുത്തി കയറി. ഇനി കയറാനിരിക്കുന്നതേ ഉള്ളൂ. തന്നെ തന്നെ കയറ്റിയാ മതി. അതിനർത്ഥം എന്നെ പോലീസ് പിടിച്ചോട്ടെ. അതെ, അത് ശരി. അപ്പൊ ജയിലിൽ കിടന്നോട്ടെ. ഒഴിയാണല്ലോ. ഒഴിയാണ്. കാര്യങ്ങൾ എത്രമാത്രം ഗുരുതരമാണെന്ന് അന്നയ്ക്കിപ്പോ മനസ്സിലായല്ലോ. അന്ന തൽക്കാലം മഠത്തിലേക്ക് തിരിച്ചു തന്ന അന്തരീക്ഷമാകെ ശാന്തമാവും, ഈ പ്രശ്നങ്ങളൊക്കെ തീരും. ഇല്ല, എന്റെ ചാൾസിനെ വിട്ട് ഞാൻ എങ്ങോട്ട് പോവില്ല. പോയില്ലേ നമ്മൾ 3 പേരും അകത്താവും. അറിയോ? പോലീസിനോട് കാര്യം പറയണം. എന്ത് കാര്യം? ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാണെന്ന് അവരറിയട്ടെ. അപ്പൊ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ ശരി തന്നെ, പക്ഷെ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ എനിക്ക് ഇത്തിരി കുറച്ച് സമയം വേണം. കുറച്ച് ടൈം. ഇല്ല, ഒരു സമയം തരില്ല. ഇന്ന് തന്നെ കല്യാണം നടത്തണം. പിന്നെ ആരും പേടിക്കണ്ടല്ലോ. അല്ലേലും എനിക്കറിയാം എന്നോട് അന്നയ്ക്കുള്ള സ്നേഹം ആത്മാർത്ഥമല്ലെന്ന്. പെണ്ണുങ്ങൾ എല്ലാവരും ഇങ്ങനെ സ്വാർത്ഥരാ. ഇന്നിപ്പോ എന്റെ നമ്പരം ആർക്കും മനസ്സിലാവില്ല. എന്റെ അച്ഛന്റെ അറ്റാക്ക്. വേണ്ട ശോഭരാജ്, അന്നയ്ക്ക് എന്നോടില്ലാത്ത സ്നേഹം നിനക്കെതിരാണ്. ഞാൻ അങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയി കളയൂ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തിനു പറയണം?
ഒരേ ഒരു ദിവസം നീ ഞാൻ മടത്തിച്ച് നിന്നാ മതി. അപ്പോഴേക്കും ഞാൻ വെഡിങ് ആനിവേഴ്സറി വെഡിങ് എല്ലാം അറേഞ്ച് ചെയ്ത് വരാം. അതെ, ഈ പറഞ്ഞത് ഒരു ഐഡിയ ആണെന്ന് എനിക്കും തോന്നുന്നു. അന്നെ അത് താനൊരു കാര്യം ചെയ്യും, മുത്തുവിന്റെ കാർ എടുത്തിട്ട് വരും. അല്ല, ചാൾസിന്റെ ഫോർഡ് എസ്കോട്ട് എവിടെ? അത് ഫോർഡ് എസ്കോട്ട് അടക്കം മറ്റു 5 കാറുകൾ നമ്മുടെ വർക്ക്ഷോപ്പിലല്ലോ. ഇതെന്റെ ഡ്രൈവർ മുത്തുവിന്റെ കാറാ. എന്റെ ഡ്രൈവർക്ക് വരെ കാറാ. നിന്ന് തമാശ കളിക്കാൻ പോയി കാർ എടുത്തിട്ട് വാ. അന്ന വിട്ടുപിരിയുന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അവന്റെ വിചാരം ഞാൻ അവന്റെ ഡ്രൈവറാണെന്നാ. എന്തായി കാർ കിട്ടിയില്ലേ? പിയർ പൗലോസും ചട്ടിത്തൊപ്പി എൻട്രി വരുന്നു. ഞാനിനി എന്ത് ചെയ്യും? പോയി തൂങ്ങിച്ചാവടോ. തൂങ്ങിച്ചാവാനോ? പാല് നോക്കണ, തുറക്കണ, ഇവിടെ പാല് നോക്കാൻ, തുറക്കണ, തുറക്കാൻ ഒരു വഴിയുണ്ട്. കർത്താവേ, ഈ കള്ളന്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണമേ. ഇതിന്റെ ശവദാനത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. പൗലോച്ച എന്ത് മണ്ടത്തരമായി പറയുന്നത്? IPC 302 വകുപ്പ് കൊലക്കുറ്റത്ത് നമ്മൾ രണ്ടുപേരും അകത്താവും. ഏതായാലും ചത്തവും ചത്തു. ഇനി പോലീസ് നായ ഇവിടെ വന്ന് പൗലോച്ചാന്റെ ഈ തുണിയും മണപ്പിച്ച് നേരെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് വരും. അതോടെ നമ്മുടെ കാര്യവും പോക്കാം. വെരി കെയർഫുൾ. പറയൂ ബോസ്, ഓപ്പറേഷൻ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? ആരെങ്കിലും സംശയാസ്പദമായി പെരുമാറിയാൽ ഒട്ടും മടിക്കണ്ട, വെടിവെച്ചേക്കണം. ആദ്യം കൈ കിട്ടുന്ന ആരെയായാലും ശരിക്കും പെരുമാറിയേക്കാം. നീ എന്താ കണ്ണട ചെയ്യുന്നത്? ഒന്നുമില്ല, കന്യാസ്ത്രീമടെ ആക്രമിക്കാൻ പോവല്ലേ, അതിനു മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് കരുതി. Come on, follow me. അയ്യോ, എവിടാ നിന്റെ ബദറാമ? പറയണം. ഇനി എന്തോ പറ്റാനാ? എല്ലാം പോയി. എന്നെ ഒന്ന് താഴെ ഇറക്കാം. പറ എന്റെ അമ്മച്ചി. ഞങ്ങളോടാ കളി? കൊന്നു കളി എല്ലാത്തിനെയും. മദറാണോ ഫാദറാണോ ഞങ്ങൾ നോക്കത്തില്ല. ഇറങ്ങി പോയിനാ പിശാചുക്കളെ. ഇത് കന്യാസ്ത്രീ മഠമാണ്, അത് ഓർമ്മ വേണം. മദർ പോലീസിന് ഫോൺ ചെയ്യേ, ഇവന്മാരെ അവര് കൈകാര്യം ചെയ്യും. ആ പെണ്ണുങ്ങൾ താമസിക്കുന്നിടത്ത് വന്ന് എന്നാ വേണേലും ചെയ്യാന്ന് കരുതിയോ? നിങ്ങളങ്ങോട്ട് വെക്കല്ലേ വഴി. എന്റെ കർത്താവേ, ഈ പാവികളോട് നീ പൊറുക്കേണമേ. നിങ്ങൾക്കിപ്പൊ എന്നാ വേണോ അത് പറ. ഈ പത്രവാർത്തയിൽ പറയുന്ന കൊടൈക്കനാൽ സെന്റ് തെരേസാസ് കോൺവെന്റ് ഇത് തന്നെയല്ലേ? ഇവിടെ നിന്ന് ചാടിപ്പോയ പെണ്ണില്ലേ അന്ന, അവള് ഞങ്ങളുടെ പെണ്ണ. ഇത്രയും നാൾ അവളെ ഇവിടെ ഒളിപ്പിച്ച് താമസിപ്പിച്ചതിന് ആദ്യം സമാധാനം പറയണം. 24 മണിക്കൂറിനുള്ളിൽ കുഴിമറ്റത്തിൽ അന്നയെ ഞങ്ങൾക്ക് തിരിച്ചു തരികയും വേണം. തിരിച്ചു തരാൻ ഞങ്ങൾ എന്നെ അവളെ ഇവിടെ ഉപ്പിലിട്ട് വെച്ചിരിക്കുവന്നു. ഏതോ ഒരു ചാൾസും ശോഭരാജും കൂടെ അവളെ എങ്ങ് തട്ടിക്കൊണ്ടുപോയി. അവക്കും ചാൾസിനും പ്രേമമായിരുന്നെന്ന് തന്നെ ഇവിടെ പിള്ളാര് പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. കള്ളിയാണ് നിങ്ങൾ. ലോകത്ത് ആരും അറിയാതെ അവളെ നിങ്ങൾ ഒളിപ്പിച്ച് താമസിപ്പിച്ചില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്നതും കള്ളമാണ്. വെറുതെ എന്റെ ഉണ്ട വേസ്റ്റ്. ഇല്ല, ഇല്ല, ഇല്ല. മാതറമ്മ അറിയാൻ പറയുക, അന്നയെ ഞങ്ങൾക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ ഈ പണം ഞങ്ങൾ ചുട്ടരിക്കും. ഈശോ. അവളെ ഞങ്ങൾക്ക് വിട്ടു തരുന്നു അതോ അയ്യോ, ഞങ്ങൾ ഇവിടുന്നിട്ട് തരാനാ? അയ്യോ, അയ്യോ. അടിച്ച് പൊളിക്കല്ലേ? എന്റെ പൊന്നല്ലേ, ഇന്നത്തെ ഒരു രാത്രി എങ്ങനെയെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും. നാളെ ഞാൻ വന്നു കൊണ്ടോളാം. ചാൾസ് എങ്ങനെ വരും? എങ്ങനെ എന്നെ കൊണ്ടുപോകും? എനിക്കാകെ പേടിയാവുന്നു. ഒന്നും പേടിക്കാനില്ലല്ലേ. അന്ന തിരിച്ചെത്തി എന്നറിഞ്ഞാൽ പോലീസും മഠത്തിലുള്ളവരെല്ലാം ശാന്തമാകും. പിന്നെ ആരും അറിയാതെ നാളെ വീണ്ടും നിങ്ങൾ മുങ്ങുന്നു, വിവാഹം നടത്തുന്നു. അന്നയുടെ ചാൾസ് അല്ലേ പറയുന്ന? ചെല്ലേ ചെല്ലേ, വാ.
ഏതവനടാ ഈ ചാൾസ്? ആർക്കറിയാം? ഏതായാലും അവന് പ്രേമിക്കാൻ കണ്ട പെണ്ണു കൊള്ളാം. 24 മണിക്കൂറിനുള്ളിൽ അന്നയെ ജീവനോടെയോ ശവമായിട്ടോ എത്തിക്കാമെന്ന് വാക്ക് കൊടുത്തിരിക്കാൻ നമ്മള്. അത് ഓർമ്മ വേണം. ആ കന്യാസ്ത്രീമ പറഞ്ഞ് എനിക്ക് തീരെ വിശ്വാസമായിട്ടില്ല. അന്ന ഇവിടെ എവിടെയെങ്കിലൊക്കെ തന്നെ കാണും. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങളോട് പ്ലാൻ ചെയ്യാനുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഓരോ കണ്ണ് രാത്രിയും പകലും ഈ കോൺവെന്റിന്റെ മുന്നിൽ ഉണ്ടായിരിക്കണം. അപ്പൊ മറ്റേ കണ്ണോ ബോസ്? അയ്യോ എടാ, എന്തോ അന്ന ഇവിടെ വരാൻ ചാൻസ് ഉണ്ടെന്നാ പറഞ്ഞത്. അവളുടെ ശവമെങ്കിലും കൊണ്ടു കൊടുത്താലേ നമ്മുടെ എഗ്രിമെന്റ് പൂർത്തിയാവും. എന്നാ നമുക്കൊരു കാര്യം ചെയ്താലോ ബോസ്? ഉം. സംശയം തോന്നുന്നു എല്ലാത്തിനെയും പിടിവെച്ചാലോ? അയ്യോ എന്നെ പീസോ അതൊരു പെണ്ണോടുന്നു. അത് അന്നയായിരിക്കും. കൂടെ അവനുണ്ടോ? അധികം കണ്ടില്ല. അവൾക്ക് നല്ല വിഷമം കാണും. പാവം. അതെ, വിഷമം കാണും. എന്നാ താനെ കൂട്ടെ ഒന്ന് ആശ്വസിപ്പിക്കണോ? ആശ്വസിപ്പിക്കട്ടെ. മിണ്ടരുത്. ഞാനിവിടെ അടിമുടി എരിഞ്ഞു നിൽക്കാം. അപ്പോഴയാളുടെ ഒരു അനുശോചനം. അതല്ല ചാൾസേ, സൂയിസൈഡ് പോയിന്റ് ഇവിടെ അടുത്താ. വല്ല ദുർബുദ്ധിയും തോന്നി അതിലേക്ക് എങ്ങാൻ അവൾ എടുത്ത് ചാടിയ എന്റെ ദൈവമേ, നമ്മളെ രക്ഷപ്പെട്ടു. ഏതായാലും അവളുടെ വലയിൽ നീ ഊരിയല്ലോ. നമുക്കിന്നൊന്ന് അഴിഞ്ഞാടാവിടെ. ഓക്കേ. എന്നാ വണ്ടി ചവിട്ടി വിട്ടോ. അയ്യോ, അത് ഗിയറല്ല. പിടിവിട്ട താൻ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് ഓടും. പോലീസ് പോലീസിന് പിടികൊടുക്കരുത്, പിടികൊടുക്കരുത്, കൊടുക്കില്ല. ബ്രേക്ക് ഇട്ട്. நீங்க டான்ஸ் நடந்த இடத்துல இருந்து போலீஸை பார்த்து பயந்து ஓடி வருதானே? അത് ഞങ്ങളല്ല, അത് വേറെ ആരാ? മലയാളികളാണല്ലേ? അല്ല, പഞ്ചാബികളാ. അതല്ലേ മലയാളം പറഞ്ഞു. ആട്ടെ, കേരളത്തിൽ എവിടെ താമസം? കേരളത്തിൽ കൊടൈക്കനാലിൽ. അപ്പൊ നമ്മളെ സഹായിക്കാൻ ഇവർക്ക് കഴിഞ്ഞേക്കും അല്ലേ ബോസ്? പോലീസിനെ ഭയന്ന് ഓടിയ സ്ഥിതിക്ക് നിങ്ങൾ സാധാരണക്കാരല്ല. അപ്പോ പോലീസിനെ കണ്ടു ഓടുന്നവരൊക്കെ വലിയ പണക്കാരാണോ? ചേടാ, എന്ത് പറഞ്ഞാലും ഉടക്കാണല്ലോ. ഞങ്ങൾ ഉടക്കും. അത് ഞങ്ങളുടെ ഒരു സ്വഭാവമാണ്. അതല്ല പറഞ്ഞത്. നിങ്ങൾ ഇച്ചിരി തട്ടിപ്പും വെട്ടിപ്പോക്കുള്ള അണ്ണന്മാരാണെന്ന് നിങ്ങളുടെ ഓട്ടം കണ്ടപ്പോഴേ മനസ്സിലായി. അല്ലെങ്കിൽ ഊട് വഴിയോട് ഇത്രയും പെട്ടെന്ന് വിടത്തില്ലല്ലോ. ഞങ്ങൾ ഒരു ഉഗ്രൻ ബിസിനസിന്റെ കാര്യത്തിനായി നാട്ടിൽ നിന്ന് വന്നവരാ. എന്ത് ബിസിനസ്? കോൺട്രാക്ട്. വെടിവെപ്പ് കോൺട്രാക്ടാ? അല്ല, തോക്കും തോളി വെച്ച് വടി പോലെ നിൽക്കുന്നുണ്ട് ചോദിച്ചാ. അതൊക്കെ നമുക്ക് വിശദമായി സംസാരിക്കാം. ഞങ്ങളൊന്ന് അടുത്ത ജംഗ്ഷൻ വരെ വിടുവോ? ഏറിക്കോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നല്ല പണക്കാരെ വീട്ടിൽ കൊണ്ടാക്കണേ. ബാക്കി ജോലി ഞങ്ങളേറ്റ്. അതെ, ആ പെണ്ണിന്റെ പെണ്ണിന്റെ അപ്പുറത്ത് നീ ഇതിനകത്ത് കയറാം. ഞങ്ങൾ നെറുകേടന്മാർ. അപ്പൊ മാന്യന്മാരാണല്ലേ? നിങ്ങളെപ്പോലെ പോലീസിനെ കണ്ടാൽ പേടിച്ചോടുന്ന മാന്യന്മാരല്ല ഞങ്ങൾ. ഒന്ന് പറഞ്ഞ് രണ്ടിന് വെടിവെക്കും. കൊലപാതകവും കൊള്ളയും കോൺട്രാക്ട് എടുക്കുന്ന ഞങ്ങൾക്ക് അതിനെ കഴിയും. അയ്യോ, പേടിപ്പിക്കല്ലേ. നിങ്ങളെ ആത്മാർത്ഥ സുഹൃത്തുക്കളായി ഞങ്ങൾ കാണാം. നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലമായി ഞങ്ങൾ തരും. കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഇവിടെ സെന്റ് തെരാസാസ് കോൺവെന്റിൽ നിന്നും അന്ന എന്നൊരു പെണ്ണ് ഒരുത്തന്റെ കൂടെ ചാടിപ്പോയിട്ടുണ്ട്. അവന്റെ പേര് ചാൾസ് എന്നാണ്. ഒരു ഇന്റർനാഷണൽ ഇഡിയറ്റ് ആണവൻ എന്നാണ് കേട്ടത്. അത് സംശയമില്ലാത്ത കാര്യം. എന്താ? അല്ല, ഇവര് പറഞ്ഞ സ്ഥിതിക്ക് അക്കാര്യത്തെ പറ്റി സംശയിക്കേ വേണ്ടെന്ന് പറയായിരുന്നു. അന്നയെ ജീവനോടെയോ ശവമായിട്ടോ പിടികൂടാൻ നിങ്ങൾ സഹായിക്കണം. അവൾ ദൂരെയെങ്ങും പോയിട്ടില്ല. ഈ പരിസരത്ത് എന്നെ ചുറ്റിത്തിരിയുന്നുണ്ട്. മഠത്തിന്റെ മുന്നിൽ നിന്ന് ഓടിയത് അവൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേണ്ടി വന്നാൽ ആ ചാൾസ് എന്ന് പറയുന്നവനെയും തട്ടണം. വേണ്ടി വന്നാലല്ല, അവനെ തട്ടിയേ പറ്റൂ. നിൽക്ക കളിയില്ലാതെ വന്നാൽ അങ്ങനെ ചെയ്തല്ലേ പറ്റൂ. മുടിമറ്റത്തിൽ അന്ന, ജനനം 6/7/1978, മരണം കുത്തു കുത്തു കുത്തു. അയ്യോ, ഇതെന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ? ഇത് അവളുടെ കല്ലറ വെക്കാനുള്ളതാ. മരണത്തീയതി 2-3 ദിവസത്തിനകം ഞങ്ങൾ എഴുതും. ഭയങ്കര പ്ലാനിംഗ് ഉള്ള വില്ലന്മാര് തന്നെ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം കൂട്ടിയെറിയുന്ന മിടുക്കന്മാർ. കൂടുതൽ പരിചയപ്പെടുമ്പോ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും. ആട്ടെ, ചോദിച്ചിന് ഉത്തരം പറയൂ. നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റൂ? സഹായിക്കാൻ പറ്റും. ചാൾസിന് വേണേ ഈ നിമിഷം തപ്പിത്തരാ. ഇങ്ങനെ? അല്ല, നമ്മളൊന്ന് ആഞ്ഞിറങ്ങിയാൽ എന്ത് നിമിഷം കൊണ്ട് നടക്കുമെന്ന് പറയായിരുന്നു. അതെ അതെ, ഞങ്ങളൊന്ന് ആഞ്ഞിറങ്ങിയാൽ എന്തും നടക്കും. എങ്കിൽ ഇറങ്ങണം. അതുകൊണ്ട് നമുക്ക് രണ്ടു കൂട്ടർക്കും ഗുണമുണ്ട്. അത് രാവിലെ 8 മണി വരെ ഞങ്ങൾക്ക് അർജന്റായിട്ട് കുറച്ച് പണി തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് അന്നയും ഈ ചാൾസ് എന്ന് പറയുന്ന റാസ്കലിനെ ഞങ്ങൾ പിടിച്ച് കൈ തരും. അല്ല, ഈ അന്നയും ചാൾസിനെയും പിടിച്ചു തന്ന നിങ്ങൾ എന്ത് പ്രതിഫലം തരും? ഒരു 2 ലക്ഷം. പോരാ? 3. ഓക്കെ. ഇത് അഡ്വാൻസ്. ബാക്കി കാര്യം കഴിഞ്ഞു. ഓക്കെ. അല്ല, നിങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ. ഞാൻ ചാക്കോ. ഞാൻ ചുംബൻ. മിസ്റ്റർ ചുംബൻ ചാക്കോ. അപ്പൊ നമുക്ക് നാളെ രാവിലെ കാണാം. ഞങ്ങൾ ഹോട്ടൽ സാലിഹ ഇന്റർനാഷണൽ ആണ് താമസം. കാലത്ത് കാണാം. ഞാൻ ഇവിടെ ഇറങ്ങാണ്. ഞാനും. പാപ്പി, വണ്ടി നിർത്ത്. താൻ അഡ്വാൻസ് വാങ്ങിച്ചത് എന്നെ ഒറ്റ കൊടുക്കാനാണല്ലേ?
നീ എന്നെ തെറ്റിദ്ധരിച്ചത് എനിക്ക് സങ്കടമുണ്ട്. എനിക്ക് ദാരിദ്ര്യം വന്നാൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ എങ്ങനെ എന്നെ ചെയ്യും? അതെ, ഒരു കാര്യം മറന്നു. ആ ചാൾസിന്റെ കൂടെ ശോഭരാജ് പറഞ്ഞ തെണ്ടിയുണ്ട്, അവനും കൂടെ തപ്പിയേക്കണേ. എന്റെ പോകാം.